ഈ സീ സിക്നസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ലക്ഷ്മിക്ക് എത്രമാത്രം എഫക്ട് ചെയ്തായിരുന്നു? ഈ 50-55 km/h വിൻഡ് സ്പീഡ് ഉണ്ടായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തതിലും ഡിഫിക്കൽട്ടാണ്. എൻ്റെ ക്യാബിനൊക്കെ ലൈക്ക് എല്ലാം താഴ്ത്തി വീഴുന്നു, ഭയങ്കര ഒരു മെസ്സായിരുന്നു. അപ്പോൾ ആ ടൈമിലാണ് രാഗസ എന്ന് പറഞ്ഞിട്ട് ഒരു സൈക്ലോൺ ഹിറ്റ് ചെയ്യുന്നത്. ആസ് സൂൺ ആസ് പോസിബിൾ ലീവ്, എവിടെയെങ്കിലും പോയി ആങ്കർ ചെയ്ത് കടന്നോളാനാണ് അവർ പറയുന്നത്. ആക്ച്വലി ആസ് എ വുമൺ സീഫെയർ, ലക്ഷ്മിയുടെ ഒരു കപ്പൽ ജീവിതം അതൊക്കെ എങ്ങനെയായിരിക്കും എന്ന് അറിയാനായിരിക്കും ആളുകൾക്ക് കൂടുതലധികം ആകാംക്ഷ. കാരണം ആസ് എ വുമൺ എങ്ങനെയൊക്കെയാണ് സർവൈവൽ, കപ്പൽ എങ്ങനെയൊക്കെ ജീവിതം നയിച്ചു, എങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കാൻ സാധിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഇതിൽ കപ്പലിൽ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ലക്ഷ്മിക്ക് ഉണ്ടായിരുന്ന എക്സ്പെക്ടേഷൻസ് ആയിരുന്നോ ആഫ്റ്റർ ജോയിനിങ് എ ഷിപ്പ്? എൻ്റെ എന്താ പറയുക, തുടക്കത്തിൽ തന്നെ എനിക്ക് കുറേ ഒരു കൺഫ്യൂസിങ് സ്റ്റേറ്റ് ആയിരുന്നു ഇത്. ലൈക്ക് എനിക്ക് പ്രോപ്പറായിട്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത്, IMU സെറ്റ് എന്താണെന്ന് അറിയില്ലായിരുന്നു. ബേസിക്കലി ആ ഒരു ഫ്ലോയിൽ പോയി ഞാനത് അങ്ങോട്ട് പ്രിപ്പയർഡ് ആവുമായിരുന്നു. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്തതിലും ഡിഫിക്കൽട്ടാണ്. ഒരു എൻറ്റയർ വേൾഡ്, ഞാൻ പറയാം, ഈ ഒരു വേൾഡ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഷിപ്പിംഗ് വേൾഡ് ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. സോ അങ്ങോട്ട് ആ ഗാങ് വീൽ സ്റ്റെപ്പ് ഓൺ ചെയ്തപ്പോൾ തന്നെ ആ ഒരു ഫീൽ ചെയ്യാൻ പറ്റും. അത് നമുക്ക് സീഫെയറേഴ്സിന് എക്സ്ക്ലൂസീവ് ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ആ കരയിൽ നിന്ന് ആ ഗാങ്വേയിലേക്ക് സ്റ്റെപ്പ് ഓൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ലാൻഡ് ടോട്ടൽ ഫുൾ കണക്ഷൻ നമ്മൾ കുറച്ച് നാൾ നമ്മളിന് കപ്പല്, കടല്, ചുറ്റും വെള്ളം, ആ ഒരു ലൈഫിലേക്ക് മാത്രമേ നമ്മൾ മാറുമല്ലേ. ഒരു എന്താ പറയാ, എനിക്കറിയില്ല അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അത് ടോട്ടലി നമ്മൾ ഫാർ അവേ ഫ്രം ഫാമിലി, ലൈക്ക് ബീങ് അവേ ഫ്രം ഫാമിലി ഈസ് ടോട്ടലി ഡിഫിക്കൽട്ട്. ഞാനൊരു ഫസ്റ്റ് ടൈം പേഴ്സൺ ആണ്. സോ നമ്മൾ അതിനു വേണ്ടി ട്രെയിൻ ചെയ്തിട്ടുണ്ട് പ്രീസിയിൽ. ദെൻ ടു ബീങ് അവേ ഫ്രം ഫാമിലി ഇറ്റ്സ് റിയലി ഡിഫിക്കൽട്ട്. ലക്ഷ്മിക്ക് അവിടുത്തെ അറ്റ്മോസ്ഫിയറായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരാനുള്ള ടൈം ഒക്കെ എടുത്തോ, അതോ ഈസി ആയിരുന്നു? ആ ഒരു കാഡറ്റിന് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ എന്തായാലും ഡിഫിക്കൽട്ട് ആയിരിക്കും. ആദ്യത്തെ ഒരു 2 months എടുക്കും അഡ്ജസ്റ്റ് ആവാൻ. അത് നോർമലി എല്ലാ കാഡറ്റ്സിനും അങ്ങനെയാണ്. അതാണ് എന്റെ അഭിപ്രായം. മീൻസ് എല്ലാവർക്കും ആണോന്ന് അറിയില്ല, ബട്ട് സ്റ്റിൽ എങ്കിലും കുറച്ച് സമയമൊക്കെ എടുക്കുമല്ലേ ആളുകൾക്ക്. ഇപ്പൊ നമുക്ക് സീഫെയറേഴ്സിന് കരയിൽ നിന്ന് ജീവിച്ചിട്ട് പെട്ടെന്ന് കടലിലേക്ക് ചെല്ലുമ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയർ ശരിയാ. നമ്മളൊരു സ്റ്റീൽ സ്ട്രക്ചർ ആയിട്ട് മാത്രമാണ് പിന്നെ ബന്ധം. വേറെ നമുക്ക് ഷോറിൽ ഒരു കണക്ഷൻ ഇല്ല. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ചൈനയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ഒരു ഇംഗ്ലീഷ് പോലും അറിയില്ല സംസാരിക്കാനായിട്ട്. ചൈനീസ് ലാംഗ്വേജ്, ഈവൻ നമുക്ക് പൈലറ്റ് വന്നാൽ പോലും മെജോറിറ്റി ഓഫ് ദം ചൈനീസ് ആണ്. അവരുടെ ലാംഗ്വേജ് ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. സോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ടൊന്ന് അഡാപ്റ്റ് ആയിട്ട് വരാനായിട്ട്. അതേപോലെ 22 ലൈക്ക് ടോട്ടൽ 22 ആൾക്കാരെ എൻ്റെ ഷിപ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. അവരായിട്ടൊന്ന് കണക്ട് ആയിട്ട് വരാൻ ഒക്കെ ആസ് എ വുമൻ സീഫെയറർ ബിറ്റ് ഐസൊലേറ്റഡ് കൂടെ ആവാം നമുക്ക്. കാരണം ആദ്യമേ അവർക്കും ഒരു ഇത് ഉണ്ടാവും, അവർക്കൊരു പേടി ഉണ്ടാവും. അതാണ് സംഭവം. ദെൻ ടു പയ്യെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ആവും. സോ വൺസ് ഈ ഒരു 2 months ഷിപ്പിൽ കയറി, ഫസ്റ്റ് ഷിപ്പിൽ കയറി ഒന്ന് അഡാപ്റ്റ് ആയി, എല്ലാമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആയി വന്നു. സോ അതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഷെഡ്യൂൾ ഹെക്ടിക് ആണ്. അതിപ്പോൾ മെൻഷൻ ചെയ്യേണ്ട. കാഡറ്റ്സിന് അങ്ങനെയാണ്, അവർ ട്രെയിൻ ചെയ്യാണ് ലൈക്ക് എങ്ങനെ ഒരു ഓഫീസർ ആവാന്ന് നമ്മളെ എന്താ പറയാ മോൾഡ് ചെയ്തെടുക്കുകയാണ്. സോ ലക്ഷ്മിയുടെ ഒരു ഫസ്റ്റ് ടൈം സീ ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ലാസ്റ്റ് കാഡറ്റ്ഷിപ്പ് ഒക്കെ പോയത്. അപ്പം ഈ പൊതുവേ ഉള്ളതാണ് ഈ സീ സിക്നസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരെയും ഒന്ന് എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ലക്ഷ്മിക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സീ സിക്നസ് ഒക്കെ എഫക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ്? ഇത് ഞാൻ ഫസ്റ്റ് വോയേജ് എന്ന് പറയുമ്പോൾ ഞാൻ ചൈനയിൽ നിന്നായിരുന്നു ജോയിൻ ചെയ്തത്. ആ ടൈമിൽ ഫസ്റ്റ് വോയേജ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതാണോ സീ സിക്നസ് എനിക്കൊന്നും ഫീൽ ചെയ്തില്ല, ഒന്നുമില്ല. ജസ്റ്റ് നോർമലി ലൈക്ക് നമ്മളൊരു എന്താ പറയുക ട്രെയിനിൽ പോകുന്ന ഫീൽ അത്ര പോലും ഇല്ല. എന്നാൽ കൂടെ കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു 2 months അറൗണ്ട് 1 month ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഒരു സൗത്ത് ആഫ്രിക്കയിലേക്ക് ഒരു വോയേജ് ഉണ്ടായിരുന്നു. അന്ന് അറൗണ്ട് വിൻഡ് സ്പീഡൊക്കെ ഒരു 50 to 60 knots, അതായത് ഒരു സൈക്ലോൺ ഹിറ്റ് ചെയ്യുന്നതിന്റെ സ്പീഡ്. നമ്മുടെ നോർമൽ ഒരു കാൽക്കുലേഷൻ ഒരു 50-55 km/h സ്പീഡിൽ വിൻഡ് ഉണ്ടായിരുന്നു. സോ ആ ടൈമിൽ ഷിപ്പ് നന്നായിട്ട് റോൾ ചെയ്തു. അപ്പോൾ എൻ്റെ ക്യാബിനൊക്കെ ഒരു മെസ്സായിരുന്നു. എനിക്ക് ഒരു വൊമിറ്റിംഗ് സെൻസേഷൻ, പിന്നെ ലൈക്ക് ബോഡി ഫുള്ളി അൺസ്റ്റേബിൾ ആയി പോയി. അതെ, ഓഫീസേഴ്സ് ഒക്കെ ലൈക്ക് അവർ നമ്മൾ സപ്പോർട്ട് ചെയ്യും. പക്ഷെ അവർ പറയും ഇറ്റ്സ് ലൈക്ക് നോർമൽ നമുക്ക്. എന്നിട്ട് ഞാൻ ബ്രിഡ്ജ് വിങ്ങിൽ പോയി നിന്നു കുറേ നേരം. നമ്മൾ താഴത്തേക്ക് നോക്കരുത്, താഴത്തേക്ക് നോക്കിയാലും നമുക്ക് ഇപ്പം നമ്മൾ സ്കൈയിലേക്ക് കുറച്ച് നേരം നോക്കി നിന്നു. ആ ഒരു മെത്തേഡ് നല്ലതായിരുന്നു. റോളിംഗ് പിച്ചിങ് എന്നൊക്കെ പറയുമ്പോൾ ഷിപ്പിംഗിന് കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ എന്നാണ് എല്ലാവരും വിചാരിക്കുക. ഞാൻ ലൈക്ക് ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ടൈമിൽ ഷിപ്പിൽ കയറി ആ വോയേജ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ എനിക്ക് അങ്ങനെ ഒരു ഫീലേ ഉണ്ടായിരുന്നില്ല, വന്നിട്ടില്ലായിരുന്നു.
പിന്നെ ഒരു ബാഡ് വെതർ ഒക്കെ വന്നതിന് ശേഷമാണ് ഞാനും അറിയുന്നത് ഓക്കെ ഇതൊക്കെ ശരിക്കുള്ള ഒരു സംഭവമാണ്. സോ അത് ആ ഒരു ഫീല് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇപ്പം ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ക്യാബിൻ എത്ര മെസ്സാണ്. അത്രയും ഒരു ഫോഴ്സിലാണ് നമ്മുടെ ഷിപ്പ് മറിയുന്നത് അങ്ങോട്ടും ആ രണ്ട് സൈഡിൽ. റോളിംഗ് എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിലേക്ക് പക്ഷെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുമായിരുന്നു. നമ്മുടെ ബോഡി അൺസ്റ്റേബിൾ ആയിട്ട് 2-3 ദിവസമൊക്കെ ചിലപ്പം വീക്ക് ഒരാഴ്ച വരെയൊക്കെ നമ്മുടെ ബോഡി ചിലപ്പോൾ അങ്ങനെ അൺസ്റ്റേബിൾ ആയിരിക്കും. അതേപോലെ എനിക്കൊരു സിറ്റുവേഷൻ ഉണ്ടായി എൻ്റെ ഫസ്റ്റ് ടൈമിൽ തന്നെ. ആക്ച്വലി ഇത് നല്ല കാര്യമാണ് എക്സ്പീരിയൻസ് ചെയ്തത്. ഞങ്ങൾ ചൈനയിൽ ഫാങ്ചാങ് എന്ന് പറഞ്ഞൊരു പോർട്ടലാണ് ഡിസ്ചാർജ് ചെയ്യാനായിട്ട് കാർഗോ. അപ്പോൾ ആ ടൈമിലാണ് രാഗസ എന്ന് പറഞ്ഞിട്ട് ഒരു സൈക്ലോൺ ഹിറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ഏത് ബർത്തിലാണോ അതേ എക്സാക്ട് സ്പോട്ടിലാണ് സാധനം എന്താ പറയാ സൈക്ലോൺ ഹിറ്റ് ചെയ്യുന്നത്. സോ അവിടുന്ന് പോർട്ട് അതോറിറ്റീസ് പറയാണ് നാളെ അവർ ഷട്ട് ഡൗൺ ചെയ്യാണ് പോർട്ട് ആസ് സൂൺ ആസ് പോസിബിൾ ലീവ് എവിടെയെങ്കിലും പോയി ആങ്കർ ചെയ്ത് കടന്നോളാനാണ് അവർ പറയുന്നത്. സോ നമുക്ക് ഡെപ്ത് മാറ്റർ ആണല്ലോ ആങ്കറേജിന്. ഞങ്ങൾ സിംഗപ്പൂർ റൂട്ടിലേക്കായിരുന്നു പോയത്. അവിടുന്ന് ഒരു അറൌണ്ട് 200 to 300 മൈൽസ് വൺ ഡേയിൽ കവർ ചെയ്തു. നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്തു വെസൽ. സോ ഭയങ്കര കാറ്റും ശക്തമായ കാറ്റ്. ലൈക്ക് ഇറ്റ് വാസ് എ സ്കെയറി മൂമെന്റ് ഫോർ മീ. സോ ഫസ്റ്റ് ടൈം എൻ്റെ പാരൻസിനോടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു ഞാൻ കാര്യം. ഞാൻ പറഞ്ഞു ചിലപ്പോൾ 2 days ഒന്നും വിളിക്കാൻ പറ്റില്ല, ഞങ്ങളുടെ ഇന്റർനെറ്റ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. സോ എല്ലാം കൊണ്ടൊരു സ്കെയറി മൊമെന്റ് ആയിരുന്നു. എനിക്കറിയില്ല ഒരു പേടി ഉണ്ടായിരുന്നു എന്റെ മനസ്സിൽ. ആ സമയത്തൊക്കെ ബോഡി ഇത്ര അൺസ്റ്റേബിൾ ആയിട്ട് വോമിറ്റിംഗ് ഒക്കെ ആക്ച്വലി അങ്ങനെ അത്രയും ഇല്ല. ആ സമയത്തേക്ക് ഞാൻ ഓക്കെ ആയിരുന്നു. ലൈക്ക് നമ്മൾ 2 months കഴിയുമ്പോൾ ഗ്രാജുവലി ഓക്കെ ആവും. ലൈക്ക് സൈക്ലോൺ അറൌണ്ട് ഞങ്ങൾ 2 to 3 days ഡ്രിഫ്റ്റിംഗ് ആയിരുന്നു വെസല്. സോ അതനുസരിച്ച് പിന്നെ പോർട്ട് അതോറിറ്റീസ് പറഞ്ഞു ദെൻ ടു ഹെവി റെയിൻ. സോ നമ്മൾ ആ ഒരു ക്ലൈമറ്റിലും വെതറിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യണം. നമ്മൾ സീഫെയറേഴ്സ് ആണ്, സാറിന് അറിയാലോ. സോ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ലൈഫ് അത്രമാത്രം റിസ്കിയാണ്. അത് ഈ മൺസൂൺ സീസണിലൊക്കെ ആണെങ്കിലും നമ്മുടെ ഈ ഒരു സൗത്ത് ചൈന സീയിലൊക്കെ വേവ് സ്വെൽ ഹൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ 8 to 12 meters ഹൈറ്റിലൊക്കെ ആയിരിക്കും. അതുപോലെ അത്രയും സ്ട്രോങ് ആയിരിക്കും ഷിപ്പിനെ ഹിറ്റ് ചെയ്യുന്നത്. അതും ലൈക്ക് ഇപ്പൊ അടുത്തൊരു സ്റ്റോറി എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത്, ഞാൻ തൈവാൻ ഏരിയയിൽ കൂടെ പോവാൻ ഞങ്ങൾ നാവിഗേറ്റ് ചെയ്യാം. സോ ആ ടൈമിൽ ഫിഷിംഗ് വെസൽസ് ഇഷ്ടംപോലെ ഉണ്ടാവും. അതേപോലെ അറൌണ്ട് 12 meter ടൈഡ് ഉണ്ടായിരുന്നു. സോ സ്പ്രേ ചെയ്യും നമ്മുടെ. സോ ഡെക്ക് വർക്ക് ഒക്കെ സ്റ്റോപ്പ് ചെയ്തു. ബേസിക്കലി നമ്മളെല്ലാവരും ക്രിസ്മസിന്റെ ടൈമിലായിരുന്നു. സോ ഫുള്ളി സെക്യൂർഡ് ആയിട്ട് നമ്മൾ ഉള്ളിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന വെച്ചാൽ പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. സേഫ് അല്ല, തീരെ സേഫ് അല്ല. സോ അത്രയൊരു എന്താ പറയാ ബാഡ് ട്രാഫിക്, ബാഡ് വെതർ, ഇതെല്ലാം നമ്മൾ മാനേജ് ചെയ്യണം. സോ ഓഫീസേഴ്സ് ആർ മെയ്ഡ് ഫോർ ദാറ്റ്. ഓക്കെ, സോ ലാസ്റ്റ് ഷിപ്പിൽ ഇപ്പോൾ ഇത്ര റിസ്കി സിറ്റുവേഷൻസ് എല്ലാം ഫേസ് ചെയ്തു, സൈക്ലോൺസ്, റോളിംഗ് പിച്ചിങ് എല്ലാം ഫേസ് ചെയ്തു. സോ ഇത് എന്തെങ്കിലും ഈ ഒരു പ്രൊഫഷൻ നിർത്താനായിട്ട് എന്തെങ്കിലും ഒരു ആലോചന വന്നിട്ടുണ്ടോ? അതോ ഇപ്പം ആ ഒരു ബാക്ക് സ്റ്റോറി ആലോചിക്കുമ്പോൾ എന്താണ് അതിനെക്കുറിച്ച് ഒരു എക്സ്പീരിയൻസ് തോന്നുന്നത്? എനിക്ക് ഈ ഫീൽഡ് വിട്ട് പോകാൻ തീരെ താല്പര്യമില്ല. അതേപോലെ ഐ എം പ്രൗഡ് ഓഫ് മൈസെൽഫ്. ഞാൻ ഈ സിറ്റുവേഷൻ ഓവർകം ചെയ്തു. അതേപോലെ എൻ്റെ പാരൻസിന് ഒരു പേടി, ആ ഒരു ഫസ്റ്റ് ടേമിൽ ഒരു പേടി ഉണ്ടായിരുന്നെങ്കിലും അവർ തന്നെ ഹാപ്പിയാണ്. ഞാനത് ഓവർകം ചെയ്തു. അവർ സൂപ്പർ പ്രൗഡ് ഓഫ് മീ ആണ്. ലൈക്ക് ഒരു മോള് ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഓക്കെ ഡോട്ടേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് ഉണ്ട്. ദെൻ ടു അവർ എന്നെ കുറച്ച് ആലോചിച്ച് നല്ല പ്രൗഡാണ്. സോ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഇത്രയും സൈക്ലോൺ സിറ്റുവേഷൻസ്, റിസ്കി സിറ്റുവേഷൻസ് എല്ലാം ഫേസ് ചെയ്തു. സോ ഇപ്പം സൈൻ ഓഫ് ചെയ്ത് വന്നു. അപ്പം ഇനി എന്താണ് പ്ലാൻ? ഇനി ഫീൽഡിലോട്ട് ലൈക്ക് കണ്ടിന്യൂ ചെയ്യുമോ? അതോ ഇപ്പം പാസ്റ്റ് ആയിട്ട് ഈ എക്സ്പീരിയൻസ് ആലോചിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? അഫ്കോഴ്സ് ഞാനത് കണ്ടിന്യൂ ചെയ്യും. ഒരിക്കലും ഞാൻ അതിന്ന് പിന്മാറില്ല. ഞാനൊരു സിറ്റുവേഷൻ ഓവർകം ചെയ്യുകയാണ് ചെയ്തത്. സോ ഐ ഫീൽ സൂപ്പർ പ്രൗഡ് ഓഫ് മൈസെൽഫ്. അതേപോലെ എൻ്റെ പാരൻസ്, എൻ്റെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, എല്ലാവരും എന്നെ കുറിച്ച് ആലോചിച്ച് പ്രൗഡാണ്. സോ ഒരിക്കലും ഇതിന്നൊരു ബാക്കിലേക്ക് ഒരു സ്റ്റെപ്പ് ഞാൻ എടുത്തു വെക്കാൻ ചിന്തിക്കുന്നില്ല. ലക്ഷ്മി, ഒരുപാട് ഗേൾസ് ഈ ഒരു ഫീൽഡിലേക്ക്, മർച്ചന്റൈസിംഗ് എന്നൊരു ഫീൽഡിലേക്ക് അവരുടെ കരിയർ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. സോ ലക്ഷ്മിയുടെ പോലത്തെ ലൈഫൊക്കെ അവർക്ക് ഇങ്ങനെ കേൾക്കാൻ ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരിക്കും. സോ ലക്ഷ്മിക്ക് അവരോടൊക്കെ ഈ ഒരു ഫീൽഡ് എത്രമാത്രം ഗേൾസിന് സേഫർ ആണ് എന്നുള്ളൊരു കാര്യങ്ങളെ പറ്റിയിട്ട് എന്തായിരിക്കും അവരോട് പറയുക? ഇത് ഗേൾസിന് 100% സേഫ് ആണ്. അതിൽ ഗ്യാരണ്ടി ലെസ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതേപോലെ ദർ ഇസ് ആൻ ഓർഗനൈസേഷൻ IWSF, ഇന്റർനാഷണൽ വുമൻ സീഫെയറർ ഫൗണ്ടേഷൻ. സോ അത് മേജർ ഇൻവോൾവ്മെന്റ് ക്യാപ്റ്റൻ രാധിക മേനോൻ ആണ് ആൻഡ് 2 others. സോ അവർ നമുക്കിപ്പോൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ ഓൺ ബോർഡ് എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടായി അല്ലെങ്കിൽ ഈവൻ ഈവൻ വൈൽ നമ്മുടെ പ്രീസി ട്രെയിനിങ് നമുക്ക് എന്തെങ്കിലും ചെറിയൊരു തെറ്റോ ലൈക്ക് ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ
നമുക്ക് അവർ സോർട്ട് ഔട്ട് ചെയ്തു തരാൻ അവരുണ്ട്. നമുക്ക് സപ്പോർട്ട് സിസ്റ്റമാണ് അത്. സോ അറൌണ്ട് 800+ കാഡറ്റ്സ് അതിനകത്തുണ്ട്, ഗേൾ കാഡറ്റ്സ് ഉണ്ട്, ഓൾറെഡി എൻറോൾഡ് ആണ് അതിനകത്ത്. സോ ഇവരെ പോലെയുള്ള ലൈക്ക് മാമിനെ പോലെയുള്ള ആൾക്കാരാണ് നമുക്ക് സപ്പോർട്ടീവ്, ലൈക്ക് ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. നമ്മുടെ എത്ര ലോങ് ബാക്ക് ആണ്, മേ ബി ഒരു 30+ ഇയേഴ്സ് ആയിട്ടുണ്ടാവും മാം ഈ ഫീൽഡിൽ വന്നിട്ട് അല്ലേ. ഇന്ത്യസ് ഫസ്റ്റ് വുമൺ ക്യാപ്റ്റൻ ആണ്. അതെ, ഫസ്റ്റ് വുമൻ ക്യാപ്റ്റൻ. അതേപോലെ ഫസ്റ്റ് മാരിടൈം പൈലറ്റ് ഉണ്ട്, രേഷ്മ നിലോഫർ എന്നാണ് മാമിൻ്റെ പേര്. സോ ഇവരെല്ലാവരും കൂടെ എൻഗേജ് ചെയ്ത് നടത്തുന്നത് ലൈക്ക് ഈ ഒരു ഓർഗനൈസേഷൻ ഇന്ത്യയിൽ മാത്രമല്ല, അതുകൊണ്ടാണ് ഇന്റർനാഷണൽ. സോ ഇറ്റ് ഈസ് വൈഡ്, ലൈക്ക് വേൾഡ് വൈഡ് ആണ്. ഓൾമോസ്റ്റ് ലൈക്ക് ഓരോ രാജ്യമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, അതിലൊരു പാർട്ടാവാണ്. അതേപോലെ മേജർ കോൺട്രിബ്യൂഷൻ ഓഫ് ഗേൾ കാഡറ്റ്സ് ടു ദിസ് ഫീൽഡ്, അതായത് ഈ മാരിടൈം ഇൻഡസ്ട്രിയിലേക്ക് മേജർ കോൺട്രിബ്യൂഷൻ നമ്മുടെ ഇന്ത്യയിൽ നിന്നും അതേപോലെ ഫിലിപ്പീൻസിൽ ആയിരുന്ന ഈ ഒരു ഫീൽഡിലേക്ക് ഇപ്പം വുമൺ ലേഡീസിന്റെ കോൺട്രിബ്യൂഷൻ ഒരുപാട് കൂടുന്നുണ്ട്. അതായത് ജെൻഡർ ഇക്വാലിറ്റി, ജെൻഡർ ബാരിയേഴ്സ് ഒക്കെ മാറി ഇപ്പൊ ഒരു ഇക്വാലിറ്റി എന്നൊരു ലെവലിലേക്ക്. ശരിക്കും നമ്മൾ ഈ ജെൻഡർ ബയാസ് അത് അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. നമ്മൾ നമ്മുടെ വർക്കിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇപ്പോൾ ഓൺ ബോർഡ് ലൈഫ് എന്ന് വെച്ചാൽ ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ ഒരു കമ്പനി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ അതായത് സീഫെയറർ ലൈക്ക് വുമൻ സീഫെയറിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് 2 വുമൻ സീഫെയറർ ഓൺ ബോർഡ് ഉണ്ടാവും. ലൈക്ക് നമ്മളൊരു ഐസൊലേറ്റഡ് ആവേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇല്ല, നമ്മൾ അങ്ങനെ ആവുന്നില്ല, എന്നാലും സപ്പോസ് നമ്മളൊരു ക്രൂ മെമ്പേഴ്സ് പോലെ ഇരിക്കും നമ്മുടെ ഓൺ ബോർഡ് ലൈഫ്. സോ ആ ഒരു ലൈഫ് കണ്ടിന്യൂ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഓൺ ബോർഡ് തന്നെ അവിടെ സീഫെയറേഴ്സ് അല്ലെങ്കിൽ വുമൺ സീഫെയറേഴ്സ് അവിടെ നിങ്ങളുടെ സപ്പോർട്ട് വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു അത് ഇപ്പോഴത്തെ എല്ലാ കമ്പനികളിലും സെപ്പറേറ്റ് ഒരു വിങ് തന്നെയുണ്ട് വുമൺ സീഫെയറേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് അവരുടെ കാര്യങ്ങളുടെ അന്വേഷിക്കാനും അവർക്കുള്ള സപ്പോർട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് വിങ് തന്നെ ഇപ്പം എല്ലാ ഷോർട്ട് ബേസ്ഡ് ഓഫീസസിലും ഉണ്ട്. ഞാനിത് പറഞ്ഞതുപോലെ നമുക്ക് ഓരോ ഈ കോൺട്രിബ്യൂഷൻ നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ് ഇപ്പോൾ കൂടുതൽ വരുവാണ് ഗേൾ കാഡറ്റ്സ്. എൻ്റെ ഒരു ടൈമിൽ എന്ന് പറയുമ്പോൾ ഉണ്ട്, ബട്ട് സ്റ്റിൽ ഇപ്പോൾ മെജോറിറ്റി ഒരു 40-60% റേഷ്യോ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ പ്രീവിയസ്ലി ഒരു 10 years ബാക്ക് നിങ്ങൾ IT ഫീൽഡിൻ്റെ റേഷ്യോ നോക്ക്, അവിടെ മെയിൽ ഡോമിനൻസ് ആയിരുന്നു. അപ്പോൾ ബൈ ടൈം എവറിത്തിങ് വിൽ ബി ഫൈൻ, എവറിത്തിങ് ഹാസ് ടു പ്രോഗ്രസ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ ഹറാസ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റി നമ്മൾ സംസാരിക്കുവാണെങ്കിലും ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കാൻഡിഡേറ്റ്, അത് കാഡറ്റ്സ് ഒക്കെ ഇപ്പോൾ ഓൺബോർഡ് ചെന്ന് കഴിഞ്ഞാലും അവർ ഭയങ്കര പെട്ടെന്ന് ഫ്രസ്ട്രേറ്റഡ് ആണ്. ചെറിയ ഓവർ ടൈം ജോബ് ചെയ്യുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റൊരു വർക്കും കൂടെ അസൈൻ ചെയ്ത് കൊടുത്താൽ എല്ലാവരുടെയും ഒരു കൺസേൺ ഇത് ഹറാസ്മെന്റ് ആണെന്നാണ് എല്ലാവരും വിചാരിക്കുക. ബേസിക്കലി ഷിപ്പിൽ നമ്മളൊരു ട്രെയിനി ആയിട്ട് പോകുമ്പോൾ നമ്മുടെ ട്രെയിനിങ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഷിപ്പിലെ ചീഫ് ഓഫീസർ ആയിരിക്കും. സോ ബേസിക്കലി നമ്മളൊരു സ്ക്രാച്ച് ടു ഒരു ക്യാപ്റ്റൻ ലെവൽ, ഈ ലൈക്ക് 3rd ഓഫീസർ, 2nd ഓഫീസർ, ചീഫ് ഓഫീസർ, ക്യാപ്റ്റൻ ആൻഡ് ഡെക്ക് ക്രൂ മെയിൻ്റെനൻസ് തൊട്ടുള്ള ജോബ് തൊട്ട് നമ്മളെ ട്രെയിൻ ചെയ്യിച്ച് ഈ 18 months സ്ട്രക്ചർഡ് പ്രോഗ്രാം ആയിരിക്കും. നാവിഗേഷൻ, ഡെക്ക് വർക്ക്, പെയിന്റിങ്, ചിപ്പിംഗ്, ഇതെല്ലാം ക്ലീനിങ്, വാഷിംഗ് എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. ഒരു ജൂനിയർ ഓഫീസർ ലെവൽ ഉള്ളവരാണെങ്കിൽ പോലും അവരൊരു ഹയർ ഈവൻ എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അവർ ഒരു ഹയർ അതോറിറ്റി ആവുന്നിടം വരെ വി ഹാവ് ടു ലേൺ ഈച്ച് ആൻഡ് എവറി പ്രോസസ്. സോ എല്ലാവരുടെയും ജോബ് നമ്മൾ പഠിച്ചിരിക്കണം. നമ്മളൊരു ഓഫീസർ ആകുമ്പോൾ നമ്മളായിരിക്കും ഈ ജോബ് അസൈൻ ചെയ്യുന്നത്. ലൈക്ക് ചീഫ് ഓഫീസർ ആകുമ്പോൾ മെയിൻലി ക്രൂസിന് ജോബ് നമ്മളായിരിക്കും അസൈൻ ചെയ്യുന്നത്. സോ നമുക്കത് നോക്കി നടത്താനുള്ള ഒരു കാപ്പബിലിറ്റി വേണം. നമ്മൾ ആ ജോബ് അറിയണം ഫസ്റ്റ്ലി. ഓൾസോ നമ്മൾ അത് ചെയ്യുന്നതിന്റെ ഉദ്ദേശവും നമ്മുടെ ഇപ്പോൾ ഒരു ഹയർ അതോറിറ്റീനെ ഇപ്പം നമ്മൾ റീപ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ജൂനിയർ ഓഫീസർ നമ്മളിപ്പോൾ റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ ആ ജോബ് അറിഞ്ഞിരിക്കണം അല്ലേ? ബേസിക്കലി ഷിപ്പിൽ ഓരോ റാങ്ക്സിനും സ്പെസിഫിക് ആയിട്ടുള്ള ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ദാറ്റ് സ്റ്റാർട്ട്സ് ഫ്രം എ ഡെക്ക് കേഡറ്റ്. സോ ഡെക്ക് കേഡറ്റ് കഴിഞ്ഞ് 3rd ഓഫീസറായി, 3rd ഓഫീസറിൽ നിന്ന് പിന്നെ 2nd ഓഫീസറായി, പിന്നെ ചീഫ് മേറ്റ് ആയി, പിന്നെ ക്യാപ്റ്റൻ ആയി. സോ ഈ ഒരു കരിയർ പാത്വേയിലൂടെ പ്രോഗ്രസ് ചെയ്യുമ്പോൾ സെയിം സൈഡ് ഇൻ എഞ്ചിൻ, 4th എഞ്ചിനീയർ, 3rd എഞ്ചിനീയർ, 2nd എഞ്ചിനീയർ, ചീഫ് എഞ്ചിനീയർ. സോ ഈ ഒരു കരിയർ പാത്വേയിലൂടെ ഫോളോ ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണ്, ഒരു ചീഫ് ഓഫീസർ അല്ലെങ്കിൽ 2nd ഓഫീസർ, സോ അദ്ദേഹത്തിന് അയാളുടെ വർക്കിൽ കുറച്ച് ഡൗട്ട്സ് വന്നു, സോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ വരുവാണെങ്കിൽ ഷിപ്പ് അവിടെ നിൽക്കുന്നില്ല. സോ ദ നെക്സ്റ്റ് സീനിയർ റാങ്ക്, ഫോർ എക്സാമ്പിൾ ക്യാപ്റ്റൻ, ഹി വിൽ ഗെറ്റ് ഇന്റർഫിയർഡ് ബിക്കോസ് അദ്ദേഹത്തിന് അതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ആ ഒരു റാങ്കിൽ വർക്ക് ചെയ്തിട്ടാണ് ഒരാൾ ക്യാപ്റ്റൻ ആവുന്നത്. സോ അതിൽ ഇന്റർഫിയർ ചെയ്തിട്ട് ലൈക്ക് എന്തൊക്കെ കറക്ഷൻസ് വേണം, പ്ലാനിങ്ങിൽ എന്തൊക്കെ മാറ്റം വേണം. സോ ഓരോ റാങ്കിലും നമ്മുടെ ജോബ് നല്ലപോലെ പഠിച്ച് ഫുൾ ക്ലാരിറ്റി വന്നതിന് ശേഷമാണ് നമ്മൾ നെക്സ്റ്റ് റാങ്കിലേക്ക് നമ്മളൊരു ഷിപ്പിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ഹോളിഡേ എന്ന് പറയുന്ന ഒരു കാര്യമില്ല. 24/7 ഷിപ്പ് റണ്ണിങ്ങിലാണ്. ഹറാസ്മെന്റിന്റെ കാര്യം സംസാരിക്കുമ്പോൾ ജോബ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ചിലപ്പോൾ ഓവർ ടൈം ചെയ്യേണ്ടി വരും. അതിലെന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റിയാൽ നമ്മൾ ഹയർ ആയിട്ടിരിക്കുന്ന പൊസിഷനുള്ള ആൾക്കാർ ചിലപ്പം കുറച്ച് വഴക്ക് പറഞ്ഞ ചിലപ്പോൾ അവരുടെ വേ ഓഫ് ടോക്കിംഗ് വേറെ ആയിരിക്കും. കാരണം
ഡിഫറെന്റ് പീപ്പിൾസ് ഹാവ് ഡിഫറെന്റ് പേഴ്സണാലിറ്റീസ്. സോ എല്ലാവരും മര്യാദയ്ക്ക് പറയണമെന്നില്ല. അപ്പം നമ്മളെ മോൾഡ് ചെയ്യാൻ എടുക്കുന്ന രീതി ചിലപ്പം വ്യത്യസ്തത കാണുമായിരിക്കും അതിൽ. അതൊരിക്കലും ഒരു ഹറാസ്മെന്റ് ആയിട്ട് കൂട്ടാൻ പറ്റില്ല. ബട്ട് നമുക്ക് ജോബിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഫോഴ്സിബിൾ ആയിട്ട് ചെയ്യിപ്പിക്കുക, ലൈക്ക് ഒരു ഇന്റൻഷൻ ഇല്ലാതെ റിസൾട്ട് നമുക്ക് ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഒരു ജോബിനെ പറ്റിയിട്ട് നമുക്ക് ഇപ്പം ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കുന്നതാണ്, അതിന് റിസൾട്ട് കിട്ടാൻ സാധ്യതയില്ല. അതിലൊക്കെ ആയിരിക്കും മെയിൻലി ഹറാസ്മെന്റ് എന്ന് പറയാനായിട്ട് നമുക്ക്, എസ്പെഷ്യലി റാഗിങ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അത് ഹറാസ്മെന്റ് ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. പക്ഷെ ജോബ് റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ നമുക്കത് ഹറാസ്മെന്റ് ആയിട്ട് മെയിൻലി അതൊരു ഫിസിക്കൽ ഹറാസ്മെന്റ് ആകാം, വെർബൽ ഹറാസ്മെന്റ് ആവാം, അല്ലെങ്കിൽ മെന്റൽ ഹറാസ്മെന്റ് ആവാം. നമുക്ക് നമ്മളെ ഇതിലെല്ലാം ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു അൺവാണ്ടഡ് തിങ്സിന് വേണ്ടി പറയുന്ന കാര്യങ്ങൾ. നമ്മളും കേഡറ്റ്സ് ആയിട്ട് സെയിൽ ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കും ഓവർ ടൈം നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജോബിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെ എന്തെങ്കിലും മിസ്റ്റേക്സ്, പേപ്പർ വർക്ക്സോ ഡെക്കിലോ എന്തെങ്കിലും മിസ്റ്റേക്സ് വരുമ്പോൾ നമുക്ക് നല്ലപോലെ തെറി കേട്ടിട്ടുണ്ട്. സോ അത് അപ്പം ഹറാസ്മെന്റ് ആയിട്ട് ലൈക്ക് അന്ന് നമുക്കൊരു പ്രശ്നമായിരുന്നു. പക്ഷെ പിന്നീട് ബെറ്റർ നമ്മുടെ ഫ്യൂച്ചർ ലൈഫ് നോക്കി നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും അന്ന് അത് നമ്മള് വഴക്ക് പറഞ്ഞിരുന്നൊക്കെ ചിലപ്പോൾ നമ്മുടെ ഫ്യൂച്ചറിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ആക്ച്വലി അവര് ട്രെയിൻ ചെയ്യുകയാണ്, നമ്മളെ മോൾഡ് ചെയ്യാണ്. സോ നമ്മളും ഒരിക്കലും ഒരു ഓഫീസർ ആവാനുള്ളതാണ്. സോ എൻ്റെ ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് 2 months ഒന്നും അറിയില്ലായിരുന്നു. ഞാനൊരു ബേസിക് വർക്ക് പോലും എനിക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ അറിയില്ലായിരുന്നു. പിന്നെ പയ്യെ ബൈ ടൈം അത് ഓരോന്നും ഞാൻ നമ്മൾ ഒരു ഷിപ്പിന് കുറച്ച് മോസ്റ്റ്ലി നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളെല്ലാം അറിയാൻ ശ്രമിക്കണം. അപ്പോൾ അതിപ്പോൾ സെക്കൻഡ് ഓഫീസർ ആണെങ്കിലും ചീഫ് ഓഫീസറിൻ്റെ വർക്ക് ആണെങ്കിലും അതേപോലെ തേർഡ് ഓഫീസറിൻ്റെ വർക്കിലും മെയിൻലി നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നത് ചീഫ് ഓഫീസറിൻ്റെ വർക്കിലാണ്. സോ എൻ്റെ വാച്ച് അറൗണ്ട് 4 to 8 ആ ടൈമിലായിരുന്നു. അതേപോലെ തേർഡ് ഓഫീസറിനെ അസിസ്റ്റ് ചെയ്യണം, LSA FFA മെയിൻ്റെനൻസ്, അതേപോലെ സെക്കൻഡ് ഓഫീസർ. ഇതൊക്കെ നമുക്ക് എന്താ പറയുക, സെക്കൻഡ് ഓഫീസറിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ വോയേജ് പ്ലാനിങ്, നമുക്കിത് ഫ്യൂച്ചറിൽ ആവശ്യം വരുന്ന ലൈക്ക് ഓരോ കാറ്റഗറി ആണിത്. സോ ലക്ഷ്മിനെ ഓരോ ഓഫീസേഴ്സിന്റെ വാച്ചിൽ സെപ്പറേറ്റ് ആയിട്ട് അസൈൻ ചെയ്ത് എല്ലാവരുടെയും വാച്ചിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാനായിട്ട് ഇടാറുണ്ടായിരുന്നു? ഇല്ല, ഒരിക്കലും ഇല്ല. നമുക്കൊരു ഫിക്സ് ടൈമിംഗ് ഉണ്ട്. ഇപ്പോൾ ലോങ് വോയേജ് ആണെങ്കിൽ എനിക്കൊരു ഫിക്സ് ടൈമിംഗ് ഉണ്ട്. ആ ടൈമിങ്ങും അതേപോലെ ഞാൻ സ്പെയർ ടൈമിങ് ഒരു 20 minutes അല്ലെങ്കിൽ 30 minutes മതി നമുക്കത് പഠിക്കാനുള്ള ടൈം നമ്മൾ സ്പെയർ മാറ്റി വെക്കാൻ സാധിച്ചാല് ബാക്കിയുള്ള ഓഫീസേഴ്സിന്റെ ഡ്യൂട്ടീസും കൂടെ നമുക്ക് കുറേശ്ശെ പഠിക്കാം. ഓഫ് കോഴ്സ് നമ്മളൊരു ഷിപ്പിലേക്ക് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ബ്ലാങ്ക് മൈൻഡോട് കൂടിയാണ്, അതായത് നമുക്കൊന്നും അറിയത്തില്ല ഷിപ്പിംഗ് ലൈഫ് എന്താണെന്നോ അവിടുത്തെ ജോലികളെ കുറിച്ച്. ദെൻ ടൈം ടു ടൈം നമ്മളെല്ലാം പതുക്കെ പഠിച്ച് വരുക. ഫസ്റ്റ് ടൈം ജോയിൻ ചെയ്യുമ്പോൾ ആർക്കായാലും ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ ഗ്രാജുവലി ഇപ്പോൾ എനിക്ക് സെക്കൻഡ് ഷിപ്പ് ചെയ്യുമ്പോൾ എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, ഒരു ഷിപ്പ് ഞാൻ ഓൾറെഡി ചെയ്തു, അതുകൊണ്ട് ആ കോൺഫിഡൻസ് എനിക്ക് ഉണ്ട്. സെക്കൻഡ് ഷിപ്പ് ചെയ്യാൻ പറ്റും, കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അതേപോലെ എന്താ പറയുക, നമ്മൾ ഓരോന്ന് പഠിക്കുമ്പോഴാണ് നമുക്ക് ഇൻട്രസ്റ്റ് വരിക കൂടുതൽ. കുറച്ച് നേരം നമ്മൾ മാറ്റി വെച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ഓവർ ടൈം ഉണ്ടാവും. ബട്ട് ആ ഒരു ഫ്രീ ടൈമിൽ നമ്മൾ സ്പെയർ ചെയ്യുന്നത് അതൊരു നല്ല മൊമെന്റ്സ് ഉണ്ടാക്കും. അതേപോലെ നമ്മുടെ എന്താ പറയുക ഫ്യൂച്ചർ എക്സാമിനേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എനിക്ക് സെക്കൻഡ് മേറ്റ്സ് ക്ലിയർ ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് നോളജ് ഉണ്ടാവണം, അല്ലാണ്ട് കാര്യമില്ല. നമുക്ക് പ്രാക്ടിക്കലി തിയറി മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല, പ്രാക്ടിക്കലി അതിനെ കുറച്ച് അറിയണം. അതാണ് മെയിൻ. നമ്മൾ തിയറിറ്റിക്കൽ ബേസ്ഡ് കുറവാണ് ഷിപ്പിൽ. ചീഫ് ഓഫീസർ ലെവൽ, ഒരു മാസ്റ്റർ ലെവൽ വരെയൊക്കെയുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് കുറച്ചധികം നോളജിന്റെ ആവശ്യമുണ്ടല്ലേ ഇതിൽ. നമ്മുടെ എക്സാംസിൽ പ്രിപ്പറേഷന്റെ ടൈമിൽ അന്നേരം നമുക്ക് മനസ്സിലാക്കുക ഇതൊക്കെ അന്ന് ട്രെയിനിങ്ങിലൂടെ നമ്മൾ പഠിച്ചെടുത്തിരുന്നത് ഈ ഒരു എക്സാം ടൈം ആകുമ്പോൾ എത്രമാത്രം ഹെൽപ്ഫുൾ ആയി എന്നുള്ള കാര്യം. ശരിക്കും ഞാൻ ട്രെയിനിങ് ടൈമിൽ പഠിച്ചതാണെങ്കിൽ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മെജോറിറ്റി ഞാൻ അതൊന്നും പഠിച്ചിട്ടില്ല എന്നേ പറയത്തുള്ളൂ. ബട്ട് ഷിപ്പിൽ അത് ആപ്ലിക്കബിൾ അല്ലായിരുന്നു. ഷിപ്പിൽ ഒരു ടോട്ടലി ഡിഫറെൻറ്റ് ഇതായിരുന്നു. ഓക്കെ, ലുക്ക് ഔട്ട്, ROR ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ROR വെച്ച് നോക്കുകയാണെങ്കിൽ യെസ്, ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ആൻഡ് നമ്മളത് മനസ്സിലാക്കി ചെയ്യണം. സോ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ചീഫ് ഓഫീസറിൻ്റെ വാച്ച് ആയിരുന്നു. അതായത് ചീഫ് ഓഫീസറിൻ്റെ വാച്ച് 4 to 8 ആ ടൈമിൽ ഞാൻ ഓൾ പേപ്പർ വർക്ക്സ്, പിന്നെ ബലാസ്റ്റിംഗ് ഡീബലാസ്റ്റിങ്ങിനെ കുറച്ച് ചീഫ് ഓഫീസേഴ്സ് എനിക്ക് പറഞ്ഞു തരും. അതേപോലെ നമ്മുടെ ഞാൻ ഡെക്ക് സൈഡ് ആയതുകൊണ്ട്, ഡെക്ക് കാഡറ്റ് ആയതുകൊണ്ട് നാവിഗേഷൻ അത് പ്രയോറിറ്റൈസ് ചെയ്യണമല്ലോ. അതേപോലെ ഇപ്പോൾ സ്പെയർ ടൈം കിട്ടുമ്പോൾ എനിക്ക് ചീഫ് ഓഫീസറാണ് മെജോറിറ്റി ടൈമും ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അതേപോലെ സെക്കൻഡ് ഓഫീസർ, തേർഡ് ഓഫീസറിൻ്റെ കൂടെ LSA FFA മെയിൻ്റെനൻസ്, ഡെക്ക് വർക്കിന് ചെയ്യാൻ പോകും ഒരു ആഫ്റ്റർനൂൺ ടൈം. അതേപോലെ നമ്മുടെ സെക്കൻഡ് ഓഫീസറിന്റെ വാച്ചിൽ വോയേജ് പ്ലാനിങ്, അതൊക്കെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, പിന്നെ ഈ ഡെക്ക് വർക്ക്സ് ഒക്കെ ചെയ്യില്ലായിരുന്നോ? പെയിന്റിങ്, ഷിപ്പിംഗ്, അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യമേ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. ഞാൻ ഒരു ഗേൾ ആണ്. ഓക്കെ, അത് നമുക്ക് എബിലിറ്റി ഡിഫറൻസ് ഉണ്ട്. ഞാൻ ജെൻഡർ ഇതായിട്ട് പറയല്ല. ദെൻ ടു നമുക്ക് ഫിസിക്കൽ എബിലിറ്റി, അതൊരു മെയിൻ കൺസേൺ ആണ്. എനിക്ക് ആദ്യമേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ലേറ്റർ ഓൺ ഓക്കെ, നമുക്ക് ട്രൈ ചെയ്താൽ ഒന്നും പറ്റാത്തതായി ഇല്ല, അത് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. അതായിരുന്നു എൻ്റെ ഒരു മെയിൻ പോയിന്റ്. ലൈക്ക്
സോ നമുക്ക് ഓരോ സ്റ്റെപ്പിൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കയറുമ്പോൾ നമുക്ക് ഒരു ഹാപ്പിനെസ്, അതേപോലെ ആ ഒരു പ്രൗഡ് ഇതായിട്ട് തോന്നും. യെസ്, അത് നമ്മളിവിടെ ചെയ്യാത്ത കാര്യമല്ല. ഓരോ ന്യൂ എക്സ്പീരിയൻസ് ചെയ്യുമ്പം അത് അതിൻ്റെതായിട്ടൊരു രസം ഉണ്ടായിരുന്നു. 24-നുള്ളിൽ സെക്കൻഡ് ഓഫീസർ ആയി. ചുറ്റും വെള്ളം മാത്രം നമുക്ക് ചിലപ്പോൾ ഒരു മൊമെന്റിൽ ഒരു കപ്പൽ പോലും ചിലപ്പോൾ കണ്ടെന്ന് പോലും വരത്തില്ല. നമുക്ക് ഇപ്പം ഒന്നുകൂടെ ബാക്ക്വേർഡ്സ് ആയിട്ട് ഇരിക്കുന്ന ഫാമിലിയാണ്, ഒന്നുകൂടെ ഗ്രോ അപ്പ് സുഖമായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്രോ അപ്പ് ആവാൻ പറ്റും. നമുക്കിപ്പോൾ ഒരിക്കലും ഒരു റോബോട്ടിന് അല്ലെങ്കിൽ AI നമുക്ക് അതിന് വേണ്ടിയിട്ട് പ്രോഗ്രാം ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോസിബിൾ. സോ ദാറ്റ് ടൈം ദേ ഹാഡ് നോ ഇന്റർനെറ്റ്. സോ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞ ഫെസിലിറ്റി ഇല്ല, ഫോൺ കോളിനുള്ള ഫെസിലിറ്റി ഇല്ല,